ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നുണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനും സ്നാക്സിൻ്റെ ടൈമിലൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പത്തിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് ഒരു ചട്നിയുടെ ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ചെറിയൊരു രീതിയിൽ സ്പൈസി ആയിട്ടുള്ള ഒരു നല്ലൊരു അപ്പമാണത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാവുന്നതാണ്. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അരി കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ 1 കപ്പ് അരിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 250 ml ഒരു കപ്പാണ്. അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ ചായക്കപ്പോ സാധാരണ ഗ്ലാസ്സോ ഏതെങ്കിലും എടുത്താൽ മതി. ഈ അളവിൽ തന്നെ എടുക്കണം എന്നില്ല. ബാക്കി എല്ലാ അളവുകളും ആ സെയിം ഗ്ലാസ് അല്ലെങ്കിൽ കപ്പിലെടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അതേ കപ്പ് അല്ലെങ്കിൽ അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 കപ്പ് ഉഴുന്ന് കൂടി എടുത്തിട്ടുണ്ട്. ഈ 1/4 കപ്പ് ഉഴുന്നിന് പകരം 1 കപ്പ് ഉഴുന്നെടുത്താലും നല്ലത് തന്നെയാണ്. അതായത് 1 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന്. ഞാനിപ്പോൾ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് രണ്ടും നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ടൊരു 3-4 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കുക കേട്ടോ. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ അരി ഉഴുന്നും രാത്രി കുതിരാൻ വേണ്ടി വെച്ചാൽ മതി. രാവിലെ എടുത്തിട്ട് അരച്ചാൽ മതി കേട്ടോ. കാരണം ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അല്ലെങ്കിൽ ഒരു സ്നാക്സാണ്. അപ്പോൾ കുതിരാനുള്ള സമയം മാത്രമേ വേണ്ടൂ. അപ്പോൾ രാത്രി കുതിർത്താൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം എടുത്തിട്ട് വേഗം അരച്ചുണ്ടാക്കാവുന്നതാണ്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അരിയും ഉഴുന്നും സെയിം അളവിലെടുത്തിട്ടും നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം, തരിതരിപ്പാവാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് നാളികേരമാണ്. ഞാനിപ്പോൾ നുറുക്കിയ നാളികേരമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചിരകിയ നാളികേരം 1 കപ്പ് ഇങ്ങനെ നിറച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്താൽ മതി. ഈ നാളികേരം ഇങ്ങനെ വേറെ അരയ്ക്കണം എന്നൊന്നുമില്ല. ഈ ഉഴുന്നും അരിയും കൂടി അരയ്ക്കുമ്പോൾ അതിൽ കൂടെ ചേർത്തിട്ട് ഈ നാളികേരം കൂടി നന്നായിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് വേറെ അരച്ചു എന്ന് മാത്രം, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ എടുത്ത പാത്രം കുറച്ച് ചെറുതാവുക കാരണം ഇത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലത്തെ ബാറ്റർ ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നാലാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇതിൽ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ഞാൻ കുറച്ച് മാവ് തിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഇനി ഞാൻ പറയുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഈ മൊത്തം മാവിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ പറയുന്നത്. 1.5 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് വേണം. അത് മറ്റേ എടുത്തു വെച്ച മാവിലേക്കും കൂടിയിട്ടുള്ള അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ബാക്കി എല്ലാ ചേരുവകളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നെ വേണ്ടത് ഒരു സവാള നൈസാക്കിയിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ പച്ചമുളക് അരിഞ്ഞത് കുറച്ച് 3-4, പിന്നെ കറിവേപ്പില അരിഞ്ഞത്, മല്ലിയില വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാം അരിഞ്ഞിട്ട് കേട്ടോ. ഈ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ശരിക്കും ഓപ്ഷനിലാണ്. ശരിക്കും നാളികേരും ഉഴുന്നും തേങ്ങയും കൂടി അരച്ചിട്ട് അതിൽ എള്ളും ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള 3-4 ചേരുവകളും ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഇതിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കുക. ഇത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ബാറ്റർ തയ്യാറാക്കി ഉടൻ തന്നെ ഉണ്ടാക്കും. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലി ബാറ്ററിൻ്റെയും ദോശ ബാറ്ററിൻ്റെയും ഇടയിലുള്ള കൺസിസ്റ്റൻസി, നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആയാൽ മതി. വല്ലാതെ തിക്കായി കഴിഞ്ഞാൽ ഇതിങ്ങനെ കട്ടി വരും, വല്ലാതെ ലൂസായി കഴിഞ്ഞാൽ ചിലപ്പോൾ എണ്ണ കുടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും അല്ലാത്ത രീതിയിൽ വേണം മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. ഇതുണ്ടാക്കുന്നത് കാരോലപ്പത്തിൻ്റെ അല്ലെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓരോ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാനിപ്പോൾ ഇത് ഷാലോ ഫ്രൈയും കാണിക്കുന്നുണ്ട്, ഡീപ്പ് ഫ്രൈയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലാണ് വേണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഓരോ സ്പൂൺ ആദ്യം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ബാറ്റർ ഒഴിക്കുക. പകുതി ബാറ്ററാണ് ഒഴിക്കാവൂ. മുഴുവനായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കട്ടി കൂടി പോവും, അപ്പോൾ ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കുറച്ചായിട്ട് ഓരോ സ്പൂൺ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ ഓരോ ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ വറുക്കുന്നതിന് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്യണം കേട്ടോ, നല്ലതാണ്.
ഇനിയിപ്പോൾ ഞാൻ എണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടും 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാം. കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതിങ്ങനെ എണ്ണയിൽ ഒഴിച്ചാൽ തന്നെ പൊന്തി വരും കേട്ടോ. അപ്പോൾ ഇതാ നല്ല മൊരുമൊര അപ്പം റെഡി ആയിരിക്കുന്നു. ഇത് പുറമേ നല്ല ഇങ്ങനെ മൊരിഞ്ഞിട്ടായിരിക്കും, ഉള്ളിൽ നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ബാറ്റർ കുറച്ച് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് അപ്പമൊക്കെ റെഡി ആയിരിക്കുന്നു. ഇതിന് ചില സൈഡുകളിൽ കാരയപ്പം എന്ന് പറയും, ചില സൈഡിലൊക്കെ വെള്ള കാരയപ്പം എന്ന് പറയും. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണിത്. ഇത് ശരിക്കും അരി ഉഴുന്നും നാളികേരും എള്ളും മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാം, ബാക്കിയുള്ളത് ചേർത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചട്നിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ചട്നിയൊന്നും ഉണ്ടാക്കിയില്ല, കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ നോക്കി നോക്കൂ, എത്ര നല്ല സ്പഞ്ച് പോലെ, ഉള്ളിൽ നല്ല സ്പഞ്ച് പോലെ ഇരിക്കുന്നു, പുറമേ നല്ല മുരുമുരാന്നാണിത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നാളികേര ചട്നിയോ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇത് ശരിക്കും ഉഴുന്നുവടയൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക്